പാണ്ഡുവിന്റെ മക്കളാണ് പാണ്ഡവന്മാര്. ഇങ്ങനെയാണ് പരമ്പര. അപ്പോ കുരു ആരാന്ന് മനസ്സിലായോ? വെറും ചക്കക്കുരു അല്ല, വളരെ ഗൗരവമുള്ളതാണ്. വിത്ത് എന്നാണ് അർത്ഥം. ആ ഹസ്തനപുര രാജവംശത്തിന്റെ വിത്തായിരുന്നു അത്. ആ രാജാവിന് ഒരുപാട് വയലുണ്ടായിരുന്നു. അതാണ് കുരുക്ഷേത്രം. അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രവും കുരുക്ഷേത്രവും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? രണ്ടും രണ്ടർത്ഥമാണോ? അല്ല, രണ്ടും ഒരർത്ഥമാണ്. എങ്ങനെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പേര് വന്നത്? ബാഹ്യമായി ക്ഷയിക്കുമ്പോൾ ത്രാണനം ചെയ്യുന്നത് കുരുക്ഷേത്രം. നമ്മുടെ ശരീരം ക്ഷയിക്കുമ്പോ, തളർച്ചയുണ്ടാകുമ്പോ ആ തളർച്ചയിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുക. ത്രാണനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. പുത്രൻ എന്ന വാക്കുണ്ടായത് പുത്തിൽ നിന്ന് പുന്നാമമാകും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് കൊണ്ട് പുത്രൻ എന്ന് പറയുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. ലോകത്തിൽ ഏറ്റവും ഭീകരമായ നരകമാണ് പുന്നരകം. ആ പുന്നരകത്തിൽ അച്ഛൻ പോയാൽ മക്കൾ ഇന്ന് ചെയ്യുന്ന നല്ല കർമ്മങ്ങളിലൂടെയാണ് അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇവിടുന്ന് റിമോട്ട് കൺട്രോള്, മനസ്സിലായോ? അതുകൊണ്ട് ആണ് പുത്രൻ എന്ന് പേര് വന്നത്. ത്രാണൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ത്രാഹിമാം ത്രാഹിമാം എന്ന് രക്ഷിക്കൂ എന്നാണ്. അപ്പോൾ ക്ഷയത്തിൽ നിന്ന്, ക്ഷയം എന്ന് പറഞ്ഞാൽ ഒരു രോഗമുണ്ടല്ലോ, ക്ഷയരോഗം. ശരീരം ചുമച്ച് നശിച്ചു പോകുന്നതുകൊണ്ടാ അതിന് ക്ഷയരോഗം എന്ന് പേര് വന്നത്. ആ ക്ഷയത്തിൽ നിന്ന് ശരീരത്തെ ത്രാണനം ചെയ്യുന്നത് എന്താ? ഭക്ഷണം. ആ ഭക്ഷണം ഉണ്ടാകുന്നത് എന്താ? വയല്. അതാണ് ക്ഷേത്രം എന്ന് അതിന് പേര് വന്നത്. പക്ഷെ മനുഷ്യന് ആന്തരികവും ബാഹ്യവുമായ പ്രത്യേകതകളുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറ്റം വന്നത് എങ്ങനെയാണ്? ഗുരു ഏത് ലഘു ഏത് എന്ന് തീരുമാനിച്ചിട്ടാണ് മനുഷ്യനോ മൃഗമോ തീരുമാനിക്കുന്നത്. ഗുരു ലഘു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗുരു എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വൃത്തം പഠിച്ചിട്ടില്ലേ? ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവാണ്. നീളമുള്ള അക്ഷരം കാ കീ ചാ എന്നൊക്കെ പറയുന്നത് ഗുരുവാണ്. ക ച ത ത പ എന്ന് പറയുന്നത് ലഘുവാണ്. വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും, അതിനാണ് ഗുരു. ലഘുവിനെ പിടിച്ചു വലിക്കുന്നതിനാ ഗുരുത്വം എന്ന് പറയാ. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് ടൗണിൽ പോകുമ്പോൾ കുട്ടികൾ റോഡിലേക്ക് ഓടുമ്പോൾ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? അതനുസരിച്ച് നിന്നാൽ കുട്ടികൾക്ക് ഗുരുത്വമുണ്ട്. അനുസരിക്കാതെ പോയാലോ ഗുരുത്വക്കേട്. അതിനാ മലയാള ഭാഷയിൽ തൽഭവമായിട്ട് ഗുരുത്വക്കേട് എന്നുള്ള വാക്കുണ്ടായത്. മനസ്സിലായോ? ഗുരുത്വക്കേടാണ്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഏതാ ഗുരു ഏതാ ലഘു എന്ന് നോക്കിയിട്ടാണ് മനുഷ്യനോ മൃഗവും തീരുമാനിക്കുന്നത്. മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? മനസ്സ് ഗുരുവാകുമ്പോഴാണ്. മനസ്സ് ഗുരുവാകുമ്പോ മനുഷ്യനുണ്ടാവുന്നു. നമുക്കിപ്പോ ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാ ഇവിടെ ഒഴിക്കുവോ? ഇല്ല. മനസ്സ് പറയും നിൽക്കവിടെ. നമ്മുടെ ശരീരത്തിന്റെ ചോദനകളെ മനസ്സിന്റെ ഭാവനകൾ കൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ് മനുഷ്യനുണ്ടാവുന്നത്. അതുകൊണ്ടാ ജനിച്ചു വീണ കുട്ടിയെല്ലാം മൃഗമാണ്. പക്ഷെ അതിനെ മനുഷ്യനാക്കുന്നത്, ഇപ്പോ ബ്രാഹ്മണനാക്കുന്നത് ജനിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യനാ. നമ്പൂതിരി അന്തർജനം പ്രസവിച്ച സാധാരണ മനുഷ്യനാ. അവരെ ബ്രാഹ്മണരാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപനയനം നടത്തുന്നില്ലേ? അങ്ങനെ രണ്ടാമത്തെ ജന്മമാണ്. അതുകൊണ്ട് ആ ബ്രാഹ്മണരെ വിളിക്കുന്നത് ദ്വിജന്മാരെന്ന്. എന്താ ദ്വിജൻ? ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട്, ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജന്മമുള്ളവർ. ആദ്യം മനുഷ്യനായി ജനിച്ചു, പിന്നെ ബ്രാഹ്മണനായി ജനിച്ചു. അതാണ് മനുഷ്യൻ. എല്ലാവർക്കും ഇതുണ്ട് കേട്ടോ, ഈ ദ്വിജന്മം. മൃഗമായി ജനിച്ചതിന് ശേഷം നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്ന ഒരു കർമ്മമുണ്ട് ഇല്ലേ? 28ാമത്തെ ദിവസം പേര് വിളിക്കുമല്ലോ. അന്ന് മുതലാണ് മനുഷ്യന്റെ ഗണത്തിൽപ്പെടുക. പേര് വിളിച്ച നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ജനറൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, പേര് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ആടെ പേര് പോയി ചേർക്കാൻ പറയും അല്ലേ? അപ്പോഴേ മനുഷ്യന്റെ ലിസ്റ്റിൽ പെടൂ. പേര് വേണം. പിന്നെ പാല് കൊടുക്കുന്നു. അമ്മയുടെ മുലപ്പാലിന് പകരം പശുവിന്റെ പാലും കൊടുക്കുന്നു. പിന്നെ ഒരു അരയിൽ ഒരു നൂലും കെട്ടുന്നു. ഞാനിവിടെ വന്നപ്പോ, ഈ പ്രദേശത്ത് വന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ട് കാര്യമുണ്ട്. ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ 2 ദേശക്കല്ല് കണ്ടുപോയിട്ട്, ഞാൻ വരുമ്പം തന്നെ അഭിലാഷ് സാറിനോട് ചോദിച്ചു ദേശക്കല്ല് കാണണം. ആ ദേശക്കല്ല് കണ്ടു. അതിനപ്പുറത്ത് ഒരു കരിങ്കൽ കൊത്തളം കണ്ടു. കൊത്തളം എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തളം അതിന് ഇവിടെ എന്താ പറയാ? ഒരു കൽത്തൊട്ടി. അത് കൊത്തളം, കൊത്തി ഉണ്ടാക്കിയ കുഴി, അതാണ് കൊത്തളം. മനസ്സിലായോ? കൊത്തളങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? കോട്ടയ്ക്ക് ചുറ്റുവട്ടമുള്ള കനാലുകളെയാണ് കൊത്തളങ്ങൾ എന്ന് പറയാ. ഇത് കൊത്തി ഉണ്ടാക്കിയതാണ്. ആ കൊത്തളവും അതിൻ്റെ അടുത്തുള്ള ഓലമേഞ്ഞിരിക്കുന്ന പൊരയും എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒരു സെൽഫിയെല്ലാം എടുത്ത് അത് ഇനി എൻ്റെ നാട്ടിൽ ഞാനത് പ്രചരിപ്പിക്കും. ഇത് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ട്.
എൻ്റെ നാട്ടിൽ ഇതുപോലൊരു സത്രമുണ്ട്. 1902 ഉണ്ടാക്കിയത് കൈതേരി മഠത്തിൽ കുഞ്ഞനന്ദൻ നമ്പ്യാർ ഉണ്ടാക്കി വെച്ചതായ ഈ സത്രവും കിണറും പരിസരവും സകലമാന ജനങ്ങൾക്കും സൗജന്യമായി ഉപയോഗിക്കാനുള്ളതാകുന്നു എന്ന് അന്ന് എഴുതി വെച്ച അതിപ്പോഴും അവിടെയുണ്ട് കേട്ടോ. അന്ന് എഴുതി വെച്ചത് ഒരു അനക്കം പറ്റിയിട്ടില്ല, അത് സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. മനുഷ്യരെന്ന് പറയുന്നത് ഒരു പ്രവാഹത്തിന്റെ കണ്ണി മാത്രമാണ്, ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ പഴയ കാലഘട്ടത്തിന്റെ നന്മയും അനുഭവങ്ങളും അറിവും സംസ്കാരവും സ്വീകരിക്കണം. അതിൽ സ്വീകരിക്കുമ്പോ പഴയ കാലഘട്ടം അന്വേഷിച്ച് കണ്ടെത്തിയ സത്യവും പഴയകാലം വളർത്തിയെടുത്ത ധർമ്മവും പഴയകാലം സൃഷ്ടിച്ചെടുത്ത സൗന്ദര്യവും ഏറ്റുവാങ്ങിയാൽ മാത്രമേ നമ്മൾ മനുഷ്യനാവൂ. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭാരത ദൈവവിശ്വാസത്തിന്റെ അടിത്തറ. എന്താണ്? സത്യം അന്വേഷണം. സത്യം എന്താ ചെയ്യേണ്ടത്? സത്യം കേട്ട് വിശ്വസിക്കലല്ല, സത്യം ഒരിക്കലും വിശ്വസിക്കരുത്. സത്യം അന്വേഷിച്ച് ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കാവൂ. സത്യം സത്യം പുൽസ്റ്റോപ്പിടേണ്ടതല്ല. നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധം, സത്യം പുൽസ്റ്റോപ്പിട്ടു അതിന്റെ അപ്പുറമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സത്യം നിരന്തരം പുതുക്കേണ്ടതാണ്. സത്യത്തെ പറ്റിയിട്ടാണ് ഭാരത തത്വശാസ്ത്രം ലോകത്തോടെല്ലാം പറഞ്ഞത്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം ജീവിതം. അസതോമാ സദ്ഗമയ. ആ സത്യ അന്വേഷണമാണ്. സത്യം ശാസിക്കില്ല. ഇതാ സത്യമെന്ന് ആരും പറയരുത്. ഇതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ പറയുക. അതാണ് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നാണ് ഇവിടെ ഈ പരിപാടിയുടെ പേര് തത്വമസി. ചോദ്യങ്ങളിൽ നിന്നാണ് ഭാരത സംസ്കാരം വളർന്നത്. സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകൾ ഉണ്ടായത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടാണ് ഉണ്ടായത് ഉപനിഷത്ത്. ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണത്. ഇരിക്കുക, ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം മറന്നിട്ട് അക്കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാണ് ഇരിക്കുക എന്ന് പറയുക. അല്ലാതെ വെറുതെ കാലുമടക്കി ഇരിക്കുന്നതിനെയല്ല ഇരിക്കുക എന്ന് പറയുക. ചിന്തിക്കുവാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഇരിക്കൽ. നമ്മുടെ വീടുകളിലൊന്നും ഇപ്പൊ ഇരിക്കൽ കുറവാ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വീട്ടിന്റെ വരാന്തയിൽ ഒരു അരപ്പോസ്റ്റ് കെട്ടും. അതിന് ഞങ്ങൾ പറയുന്ന പേര് ഇരുത്തി എന്നാണ്. ഇരുത്തി കെട്ടും. ഇരുത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന, അന്ന് ഫൈബറിന്റെ കസേരയൊന്നും ഇല്ലാത്ത കാലത്ത് വന്നയാളെ അതിന്റെ മേലെ ഇരുത്തി അവിടെ ഇരുന്നിട്ടാണ് ചർച്ച. നമ്മുടെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോ? നമ്മുടെ ഏതെങ്കിലും തെരുവിൽ, ഏതെങ്കിലും കൊട്ടാരക്കരയിലോ കൊളക്കടയിലോ ആറ്റുവശ്ശേരിയിലോ റോഡരികിൽ ചായക്കടയിൽ പോയിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടോ? വെറുതെ ഇരുന്നാൽ ഇടക്കിടക്ക് സപ്ലയർ വന്ന് ചോദിക്കും എന്താ വേണ്ടത്, അപ്പൊ വേഗം എഴുന്നേറ്റ് പോരൂ. പണ്ട് നിരപ്പലകൾ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ലേ? മരത്തിന്റെ പലകൾ ഇങ്ങനെ മേലോട്ട് ഉയർത്തി താഴോട്ട് കുടുക്കിയിടുന്ന നിരപ്പലകൾ. ഈ ഷട്ടർ വന്നതോടുകൂടി നിരപ്പല പോയി. ഈ നിരപ്പലകൾ എല്ലാ കടയിലും കൂരിയെടുത്തിട്ട് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും വരാന്തയിൽ അട്ടിയിടുമായിരുന്നു. അതിന്റെ മേലെ കുറച്ച് വർത്തമാന പത്രങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ നിരപ്പലയിൽ മേലെ ഇരുന്നിട്ട് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. നാട്ടിന്റെ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുമായിരുന്നു. ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അറിയുകയും വിതരണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ നിരപ്പലകളിൽ ഉണ്ടായ വാക്കുകളുണ്ട് ഒരുപാട്. യമണ്ടൻ പ്രണയകഥ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട്, കേട്ടില്ലേ? യമണ്ടൻ എന്ന വാക്ക് ഏത് ഭാഷയാണെന്നറിയാമോ? യമണ്ടൻ. ഞാനതിനെ പറ്റി ഒരു പഠനം നടത്തി നോക്കി. യമണ്ടൻ എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു പഠനം നടത്തി. യമണ്ടൻ എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് നിരപ്പല സാഹിത്യമായിട്ടുണ്ടായ വാക്കാണ് യമണ്ടൻ. എന്താണെന്നറിയോ? 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ട ജപ്പാന്റെ ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിന്റെ പേരാണ് യമണ്ടൻ. എന്താണ് ആ കപ്പലിന്റെ പ്രശ്നം എന്നറിയോ? അതൊരു മുങ്ങിക്കപ്പലാണ്. അതിന്റെ മേൽക്കൂര ശൂലം പോലെ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ബ്രിട്ടന്റെ കപ്പലിന്റെ അടിയിലൂടെ പോയിട്ട് നടുക്ക് നിന്നിട്ട് ഒരൊറ്റ പൊന്തൽ പൊന്തു. അപ്പൊ ഈ കപ്പലിന്റെ അടി കുത്തി ഓട്ടയാക്കിയിട്ട് വെള്ളം കയറ്റി മുക്കിക്കളയും. അതുകൊണ്ട് യമണ്ടനെ കേട്ടിട്ട് പേടി. അതുകൊണ്ട് പിന്നെ യമണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന സാധന. വലിയ പാമ്പിനെ കണ്ടാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും യമണ്ട പാമ്പാന്ന്.
നല്ല വീര്യമുള്ള മദ്യം കുടിച്ചാൽ പറയും യമണ്ടൻ സാധനാണ്. യമണ്ടൻ അതേതാ ഭാഷ? ഞാൻ അന്വേഷിച്ചു എവിടെയാ യമണ്ടൻ. അപ്പൊ അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് ആ കപ്പലിന്റെ പേര് M10 എന്നാണ്. അത് മലയാളികൾക്ക് M10 എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് യമണ്ടൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് യമണ്ടൻ എന്ന് വന്നത്. മനസ്സിലായോ? M10 ആണ്. അത്തരത്തിൽ നാട്ടുവർത്തമാനങ്ങൾ ഇരിക്കാൻ വട്ടത്തിൽ ഇരിക്കുമായിരുന്നു, ഇരുത്ത് ചിന്തിക്കും. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈ തന്നെ പറ്റിയും ഈ പ്രപഞ്ചത്തെ പറ്റിയും പ്രപഞ്ചത്തെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ പരാശക്തിയെ പറ്റിയും ജീവാത്മാവിനെ പറ്റിയും പരമാത്മാവിനെ പറ്റിയും എല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആ സത്യത്തെ പറ്റി അന്വേഷിക്കുന്ന അതിനെയാണെന്തോ അന്ന് കണ്ടെത്തിയതിനെയാണെന്ത് പറയാ? ഉപനിഷത്ത്, നിശേഷ സത്യം. അതാ നിസത്ത്. സ എന്നുള്ളത് സംസ്കൃത വ്യാകരണം സ മലയാളത്തിലേക്ക് ഷ ആയി. ഇപ്പൊ അഭിസേചനം, സേചനം എന്ന് പറഞ്ഞാൽ നനക്കലാണല്ലോ, ജലസേചനം. അഭിസേചനം നമ്മൾ എന്താക്കി? അഭിഷേകമാക്കിയില്ലേ? അഭിഷേകം. അതുപോലെ ഉപനിഷത്ത് നമ്മൾ എന്താക്കി? ഉപനിഷത്താക്കി. ആ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കലാണ്, ചോദ്യമാണ്, ഉത്തരമല്ല പ്രധാനം, ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം, നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുന്നിൽ നമ്പർ 1 ആയിരുന്നു പണ്ട്. ഓർമ്മയുണ്ടോ? എപ്പോ? രാമായണം എഴുതുന്ന കാലത്ത്, മഹാഭാരതം എഴുതുന്ന കാലത്ത്. കമ്പ്യൂട്ടർ ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ടെലസ്കോപ്പ് ഇല്ല, ഇന്നത്തെ ഒരു സംവിധാനം ഇല്ല. ലങ്ക എന്ന് പറയുന്ന ഒരു ഇത് കാണണമെങ്കിൽ വിമാനത്തിൽ പോകാൻ പറ്റുമോ? ലങ്ക കാണണമെങ്കിൽ കടല് നീന്തി അപ്പുറം കടക്കണം, എന്നാലേ ലങ്ക കാണാൻ പറ്റൂ. ഇന്ത്യയിൽ പല ഇടങ്ങളിൽ വരണമെങ്കിൽ നടന്നിട്ട് പോകണം. കാളവണ്ടി പോലും ഇല്ലാത്ത കാലമാണ്. ടയറ് ഉരുള് കണ്ടുപിടിക്കാത്ത കാലം, കാളവണ്ടി പോലും ഇല്ലാത്ത കാലത്താണ് അർജുനൻ വന്നിട്ട്. അർജുനന് മറ്റൊരു പേര് ഭരതൻ എന്നാണ് കേട്ടോ. ഭരതൻ, ഭരതൻ കേട്ടിട്ടുണ്ടോ? ഭരതൻ, ഭരതൻ എന്ന് അർജുനന്റെ പേരിൽ അറിയില്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഭരത എന്ന് വിളിച്ചത് ശ്രീകൃഷ്ണൻ അർജുനെ വിളിച്ചതാ ഭരത. മനസ്സിലായോ? ആ ഭരതൻ വന്നിട്ട് ഒരു പുഴയെ കുളിച്ച് പിതൃക്കൾക്ക് തർപ്പണം നടത്തിയത് കൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒഴുകുന്ന പുഴയ്ക്ക് ഭാരതപ്പുഴ എന്നെങ്ങനെയാ പേര് വന്നതെന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും അല്ലേ? ഭാരതപ്പുഴ കേരളത്തിൽ മാത്രം ഒഴുകുന്നത് എങ്ങനെയാണ് പേര് വന്നത്? അർജുനൻ വന്ന് കുളിച്ചത്. അപ്പൊ അർജുനൻ ഇവിടെ വരണമെങ്കിൽ എങ്ങനെ വരണം? നടന്നിട്ട് വരണം. നിങ്ങൾ ആലോചിച്ചോക്കെ. ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രകാശൻ. വയനാട്ടിലേക്ക് പോകുമ്പോൾ നെടുമ്പൊഴിയിൽ ചുരം കയറുന്നെടുത്ത് പ്രകാശ് ഹോട്ടലിന്റെ ഓണറാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അവൻ എല്ലാ വർഷവും നടന്നിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് നടന്നിട്ട് ശബരിമലയിലേക്ക് വരും. എല്ലാ വർഷവും മൂകാംബികയിൽ നിന്ന് നടന്നിട്ട് ശബരിമലയിലേക്ക് വരും. ഇക്കൊല്ലം അവനൊരു നടത്തം വേറുക. അവൻ അയോധ്യയിൽ പോയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് 1 മാസമായി നടക്കുന്നു. ഇപ്പൊ ഹൈദരാബാദിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും രാത്രി എന്നെ വിളിക്കും, എവിടെ എത്തിയെന്ന് വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും എന്നെ വിളിക്കും. അവൻ ഈ 2 മാസം എടുക്കും ശബരിമലയിൽ എത്താൻ. നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. നടക്കുക എന്ന് ഇപ്പോ അത് നമുക്കൊരു അത്ഭുതം. പക്ഷെ അന്ന് എല്ലാവരും നടത്താം. അങ്ങനെ നടന്നിട്ട് വരിക എന്നാ മാത്രമേ എല്ലാവരും എത്തൂ. അത്രയും അറിവുള്ളൂ അന്ന്. ഈ അറിവ് പരിമിതമായ കാലത്താണ് രാമായണം എഴുതുന്നത്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ 1,64,000 ശ്ലോകങ്ങളും ഏതാണ്ട് 20,000 കഥാപാത്രങ്ങളുണ്ടായത്. സത്യം അന്വേഷിക്കുന്നതിൽ നമ്മൾ തുടർച്ചയുണ്ടായില്ല. ഇത് 3 സത്യം, ധർമ്മം, സൗന്ദര്യം, ഇത് 3നെ എങ്ങനെയാ സമീപിക്കേണ്ടത് എന്നതിനെ പറ്റി നമ്മുടെ വിവേകമില്ലായ്മ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധം. സത്യത്തെ ചോദിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ചോദ്യമാണ് പ്രധാനം. ടീച്ചർമാരും മാഷന്മാരോട് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ കുറെ ഉത്തരം കൊണ്ടേ കുട്ടിയൊക്കെ കൊടുക്കൂ. കുട്ടികൾ വാങ്ങും. ഏതിനാവോ തന്ന വാങ്ങണ്ടേ? എന്തിനാ വാങ്ങുന്ന? അവര് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ ചോദിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചു, തിരിച്ചു കൊടുത്തു. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 പോയി, 9 കഴിഞ്ഞ് 10 9 പോയി. ഇത് വിഡ്ഢിത്തമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ചോദ്യം ചോദിക്കുമ്പോ ഞാൻ തത്വമസിയിലേക്ക് എങ്ങനെയാണ് ഭാരതം എത്തിയതിന്റെ റൂട്ട പറയുന്നത്. ചോദ്യം ചോദിക്കുമ്പോ ഒരു പ്രക്രിയയുണ്ട് കേട്ടോ.
നമ്മള് പ്രസാദം വാങ്ങുമ്പോ നമ്മുടെ കൈ മലരൂലേ, ഇങ്ങനെ വെക്കൂലേ? ഒന്നിനെ സ്വീകരിക്കാൻ, സൂര്യന്റെ പ്രകാശത്തെ സ്വീകരിക്കാനായി പുഷ്പങ്ങൾ വിടരുന്നില്ലേ? പുഷ്പങ്ങൾ വിടരുന്നത് സൂര്യപ്രകാശത്തെ സ്വീകരിക്കാനാണ് സൂര്യകാന്തി വിടരുന്നത്. അതുപോലെ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് വിടരും. അങ്ങനെയാ മനസ്സ് വലുതാവുന്നത്. ഈ അന്വേഷണമാണ് മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത്. അന്വേഷണമാണ്. ചോദ്യം ചോദിക്കുമ്പോ തലയിൽ ഒരു സ്പേസ് ഓപ്പൺ ചെയ്യപ്പെടും. അത് ശൂന്യമായി കിടന്നാലുണ്ടല്ലോ, ശൂന്യമായി കിടന്നാൽ ആ ശൂന്യതയിലേക്ക് ബലം ആകർഷിക്കപ്പെടും. ഇതിനെ ആ ബ്ലാക്ക് ഹോൾ എന്ന് പറയാ. ശൂന്യത ബ്ലാക്ക് ഹോളിലേക്ക് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെ മുഴുവൻ വലിച്ചടുപ്പിച്ച് നശിപ്പിക്കാൻ കഴിയും. ശൂന്യതയുടെ കരുത്താണത്. സിറിഞ്ചിലേക്ക് മരുന്ന് കയറുന്നത് പിറകിൽ നിന്ന് പിസ്റ്റം വലിക്കുമ്പോൾ അവിടെ വാക്വം ഉണ്ടാകുന്നത് കൊണ്ടാണ് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത്. ഈ ചോദ്യമാണ് ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചത്. ശ്വേതകേതു വന്ന ഉടനെ ചോദിച്ചത് എന്താണെന്നറിയോ? അച്ഛനെ കണ്ട ഉടനെ, പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്നാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? ഇതാ ചോദ്യം. ഈ ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ മക്കൾ ചോദിച്ചെങ്കിൽ എന്താ മറുപടി പറയാ? നീ ആരാ? എൻ്റെ പേര് എനിക്കറിയില്ലേ? നീ എവിടുന്ന വന്ന്? അമ്മമാർ പറയും, ഇതാ ഇവിടുന്ന വന്നേ. എങ്ങോട്ടാ പോകുന്നത്? മരിച്ചാ കുഴിയിലേക്ക് പോകും. അത്തരത്തിൽ സങ്കുചിതാർത്ഥത്തിലല്ല ആ ചോദ്യത്തെ ഉദ്ദാലകാരുണി കണ്ടത്. ഈ ചോദ്യത്തിന് ഉദ്ദാലകാരുണിയെ പറഞ്ഞ മറുപടി, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. നീ എന്റെ തിരികെടും നേരത്തു തീർത്ഥഗണമായെത്തും അന്ത്യാനുഭൂതി എന്ന് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരവഗീതത്തിൽ പറയുന്നുണ്ട്. ആ ഒരു തീർത്ഥഗണം ഏതൊക്കെ കടലിൽ നിന്ന് ആവിയായി പോയി, ഏതൊക്കെ മേഘങ്ങളിലൂടെ സഞ്ചരിച്ച്, ഏതൊക്കെ മഴത്തുള്ളിയായി, ഏതൊക്കെ തോട്ടിലൂടെ ഒഴുകി വന്നിട്ടാണ് നമ്മുടെ കിണറ്റിലും നമ്മുടെ ഗ്ലാസ്സിലും എത്തുന്നത്. അപ്പോ ഇത് ഞാൻ തന്നെയാണ്. ഇതെല്ലാം ചേരുന്നതാ ഞാൻ. അത് നീ തന്നെയാണ്. ഞാൻ തന്നെ ബ്രഹ്മമാണ്. ഞാനിപ്പോ ശ്വസിക്കുന്ന വായു, എത്ര ആളുകൾ പുറത്തേക്ക് വിട്ട വായുവാണ്. ഞാനിപ്പോ ട്രെയിനിൽ വരുമ്പോ ആ ട്രെയിനിൽ ഒരു ആയിരക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ. ഇവര് പുറത്തേക്ക് വിട്ട വായു, അത് ഹിന്ദു ആണെന്നോ മുസൽമാനാണെന്നോ നായരാണെന്നോ ഈഴവനാണെന്നോ നോക്കാതെ അവര് പുറത്തേക്ക് വിട്ട വായു ആണല്ലോ ഞാൻ ശ്വസിക്കുന്നത്, അല്ലേ? ആ പുറത്തേക്ക് വിട്ട വായു ആണ് ശ്വസിക്കുന്നത്. അതിൽ നിന്നെല്ലാം തട്ടിത്തടഞ്ഞിട്ട് ആണ് ഞാനുണ്ടായത്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒരു പ്രതീകമാണത്. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ദൈവമാണ്, ദൈവമില്ലാത്തൊരു ഇഞ്ച് സ്ഥലമില്ലെന്ന. ഈശാവാസ്യം ഇതം സർവം. സർവം എന്ന് പറഞ്ഞാൽ ഹിന്ദു മാത്രമാവോ? മുസൽമാൻ മാത്രമാവോ? മനുഷ്യൻ മാത്രമാവോ? ഇന്ത്യക്കാരൻ മാത്രമാവോ? കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയും മുള്ളു മുരട് മൂർക്കം പാമ്പിലും എല്ലാം ദൈവമുണ്ട്. എല്ലാറ്റിലും ദൈവമുണ്ട്. അതിനെപ്പറ്റി ഒരു സിനിമാ ഗാനമുണ്ട്, അല്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. അതാണ്. അപ്പോ അത് നീ തന്നെയാണ്. അവിടെ തീർന്നില്ല. ഉദ്ദാലകാരുണി പറഞ്ഞു, പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച് തേൻപലിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻപലിയിലുള്ള ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ തേൻതുള്ളി നീയാകുന്നു. പല വയലുകളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചിട്ടൊരു കുലാലൻ കുശവൻ കുംഭാരൻ അതുകൊണ്ടൊരു മണ്ഡലം ഉണ്ടാക്കിയാൽ ആ മണ്ഡലത്തിന്റെ വക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ മൺതരി നീയാകുന്നു. അതാണ് തത്വമസി, അത് നീയാകുന്നു. ചോദ്യങ്ങളിൽ നിന്നാണ് അതെത്തിയത്. മനുഷ്യൻ നമ്മുടെ ഭാരത ദർശനങ്ങളിൽ ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയോ? ഉത്തരേന്ത്യയിലെ ദൈവങ്ങളെല്ലാം അവതാരങ്ങളോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരുമായിരുന്നു. എന്നാൽ തെക്കേ ഇന്ത്യയിലെ ദൈവങ്ങൾ ഒരുപാട് പേർ മനുഷ്യരായി ജനിച്ച്
ദൈവമായിട്ട് ഉയർത്തപ്പെട്ടവരാണ്. അല്ലേ? പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അതല്ലേ അയ്യപ്പൻ? അല്ലേ? ഇനി പോട്ടെ, ഇനിയുണ്ട് ഊട്ടി മലയും കഴിഞ്ഞിട്ട് അട്ടപ്പാടി കുന്ന് നോക്കിയാൽ ഊട്ടി മലയും കഴിഞ്ഞിട്ട് അപ്പുറത്ത് കോയമ്പത്തൂരിലേക്ക് നോക്കുന്ന നോക്കിൽ ഒരു നടുക്കൊരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമല എന്നാണ്. ആ മരുതുമലയിൽ ഒരു കുമരൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, മുരുകൻ. ആ പയ്യനാണ് മരുതുമലൈ വാണവനേ മുരുകയ്യ പളനി അണ്ടവനായിട്ട് മെർജ് ചെയ്യപ്പെട്ടത്. എന്റെ നാട്ടിൽ ശ്രീകണ്ഠപുരത്തിനടുത്ത് എരിവേശി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അയ്യങ്കര നാടുവാഴി ഉണ്ടായിരുന്നു. നാടുവാഴിക്ക് മക്കളില്ല. നാടുവാഴിയുടെ ഭാര്യയുടെ പേര് പാർവതിക്കുട്ടിയമ്മ എന്നാണ്. പാർവതിക്കുട്ടിയമ്മയെ നാട്ടുകാർ പറഞ്ഞ് പാടിക്കുറ്റിയമ്മ എന്ന് വിളിക്കും. പാടിക്കുറ്റിയമ്മ. ഈ പാടിക്കുറ്റിയമ്മ എരിവേശി പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അതാ ഒരു കുട്ടി ഒഴുകി വരുന്നു പുഴയിലൂടെ. അതൊരു കല്ലിൽ, തിരുനെറ്റിക്കല്ലിൽ ഈ കുട്ടിയുടെ നെറ്റി കൊണ്ടുപോയിട്ട് ഒരു കല്ലിൽ കുത്തി. ആ കല്ല് ഇപ്പോൾ അറിയപ്പെടുന്ന തിരുനെറ്റിക്കല്ല് എന്നാണ്. ആ കല്ലിൽ കുത്തിയിട്ട് ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ അവരെടുത്ത് വളർത്തി. ആ കുട്ടിയാണ് മുത്തപ്പൻ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ. മനസ്സിലായോ? മുത്തപ്പൻ. മുച്ചിലോട്ട് ഭഗവതി തർക്കശാസ്ത്രത്തിൽ ബ്രാഹ്മണരെ തോൽപ്പിച്ചൊരു പെണ്ണാണ്. പെണ്ണെങ്ങനെ സംസ്കൃതം പഠിക്കണോ? പഠിക്കാവോ എന്ന് ചോദിച്ചു. എന്താ പഠിച്ചാലും ഇവള് തർക്കിച്ചു. അവള് പഠിച്ചു. പഠിച്ചപ്പോ ഇവളെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടി പുരോഹിത പ്രമാണിമാർ ഇവളോട് തർക്കിക്കുമ്പോൾ ചോദിച്ചു, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും പരമമായ സുഖം എന്തെന്ന്. ആ സുഖമെന്തെന്ന് പറഞ്ഞപ്പോ അവൾ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനുള്ള വേഴ്ചയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പരമമായ സുഖമെന്ന്. അപ്പൊ ഉടനെ പറഞ്ഞു, കല്യാണം കഴിയാത്ത ഇവളെങ്ങനെ ആ സുഖം അറിഞ്ഞ്? ഇവള് വഴിതെറ്റിയവളാണെന്ന് പറഞ്ഞിട്ട് അവളെ കൊന്നുകളഞ്ഞു. അവളാണ് മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. കതിവന്നൂർ വീരൻ മനുഷ്യനാണ്. തച്ചോളി ഒതേനൻ എന്ന നാട്ടിലെ തെയ്യമാണ്, ദൈവമാണ്. മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടുകയാണ്. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന്. അതാണ് തത്വമസി. ഈ തത്വമസിയിലൂടെ ഈ ക്ഷേത്രം തുടങ്ങിയിരിക്കുന്ന ഈ സനാതനധർമ്മം എന്താണത്? ഈ സനാതനധർമ്മം. അപ്പൊ സത്യത്തെ പറ്റി പറഞ്ഞു. ഇനി ധർമ്മത്തിലേക്ക് കിടക്കാം. സത്യം എന്ന് പറഞ്ഞാൽ ആത്യന്തിക സത്യമില്ല. സത്യങ്ങൾ ഒരിക്കലും പൂർണ്ണമല്ല. പൂർണ്ണമായ സത്യത്തിലേക്ക് യാത്ര ചെയ്യില്ല നമ്മുടെ ജോലി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത്തരം അമ്പലങ്ങളിലും മനുഷ്യ സത്സംഗങ്ങളിലും ചർച്ച ചെയ്യേണ്ടത് സത്യത്തെ അന്വേഷിക്കുവാൻ ബുദ്ധിയെ വളർത്തുന്ന പ്രക്രിയയാണ് ആദ്യം വേണ്ടത്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന അതാണ്. എന്താണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന? ദൈവമേ, എനിക്ക് എൻ്റെ മോക്ക് പെട്ടെന്ന് കല്യാണം നടത്തി തരണേന്നല്ല, എനിക്ക് ലോട്ടറി അടിപ്പിക്കണേന്നല്ല. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന പ്രകാശമേ വന്നാലും എൻ്റെ ബുദ്ധിയെ വികസിപ്പിച്ചാലും എന്നാണ്. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിന് അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ ബോധമില്ല. മനുഷ്യൻ വിദ്യ നേടി പ്രബോധനമുണ്ടാകുമ്പോഴാണ് മനുഷ്യനാവുന്നത്. പ്രബോധനം, പ്രകർഷേണ വികസിക്കുന്ന ബോധമാണ് പ്രബോധനം. പ്രകർഷേണ വികസിക്കുന്ന ബോധം ഉണ്ടാവണം. നമ്മളിപ്പോ എന്താ, നമുക്ക് ജോലി കിട്ടിയ പിന്നെ ഒരു മാഷും പുസ്തകം വായിക്കുന്നില്ല. ഒരു മാഷും അല്ല, ഭൂരിപക്ഷം മാഷന്മാർ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു രക്ഷിതാവ് ഒരു പുസ്തകം വായിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജോലി കിട്ടുന്നവരെ പഠിക്കുകയാണ്. പഠിക്കുന്നത് ജോലി കിട്ടാനാണെന്ന് ധരിച്ചുപോയി. എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കുന്നത് മരണം വരെ വികസിച്ചു കൊണ്ടിരിക്കാനാണ്. ആ വികാസ പ്രക്രിയയാണ് വിഷ്ണുവിന്റെ അവതാരങ്ങളുടെ കഥ. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്?
മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവൻ നിരന്തരം വികസിക്കണം. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണത്. സന്തനം സനാതനാനുക്രമ വികാസ പ്രപഞ്ചമേ. വിശ്വദർശനം എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയുടെ ആദ്യത്തെ വരിയാണിത്. വന്ദനം സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അധുനാതനം എന്നാണ്, പുതിയത്. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ളത്. സനാതനം അനുക്രമ വികാസ പ്രപഞ്ചമേ. പ്രപഞ്ചം അനുക്രമം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. നിന്റെ 4 കെട്ടിന്റെ തടപ്പുരമുറ്റത്ത് ഞാൻ എന്റെ കൂടൊന്നു കൂട്ടിക്കോട്ടെ. ആഹാഹാ, പാട്ടോർമ്മയുണ്ടോ? നീലഗിരിയുടെ സഖികളെ എന്ന പാട്ടില് ഈ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതരാത്ത വീട് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചമാണ്. വികാസമാണ്. ആ വികാസം ആഗ്രഹിക്കുന്നവൻ, ഭക്ഷണം ആഗ്രഹിക്കുന്നവനെ ബുഭുക്ഷു എന്ന് പറയും. മോക്ഷം ആഗ്രഹിക്കുന്നവനെ മുമുക്ഷു എന്ന് പറയും. ജയം ആഗ്രഹിക്കുന്നവനെ ജിഷ്ണു എന്ന് പറയും സംസ്കൃതത്തിൽ. വിശേഷപ്പെട്ട ജയം ആഗ്രഹിക്കുന്നവനെ വിഷ്ണു എന്ന് പറയും. പിടികിട്ടിയോ? എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ SLC എങ്ങനെയും ജയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവൻ ജിഷ്ണുവാണ്. ഫുൾ A+ നേടി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവാണ്. പിടികിട്ടിയോ? വിഷ്ണു എന്ന് പറഞ്ഞാൽ നിരന്തരം വിശേഷപ്പെട്ട ജയം ആഗ്രഹം പ്രേരണ തരുന്നവനാണ് വിഷ്ണു. അതുകൊണ്ടാണ് വിഷ്ണു ദശാവതാരങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ദശാവതാരങ്ങൾ എടുത്തു നോക്കൂ. വെള്ളത്തിൽ ജീവൻ ഉണ്ടായതാണ് മത്സ്യം. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രകൃതിയെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ ഉണ്ടായത്. അതുവരെ പ്രകൃതിയെ ഉപഭോഗം മാത്രമായിരുന്നു, ഉപയോഗമില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തിന്നും, മണ്ണ് കളച്ച് തിന്നും, മൃഗങ്ങളെ കൊന്നു തിന്നും എന്നല്ലാതെ പ്രകൃതിയിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല മനുഷ്യൻ. ആദ്യം പ്രകൃതിയിൽ മാറ്റം വരുത്തിയ വസ്തുവാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഉപയോഗിക്കുന്ന ഒരു കൊട, ഓലക്കൊട. അതാണ് വാമനൻ. വാമനന്റെ കാലഘട്ടത്തിൽ എണ്ണം തുടങ്ങി. 3 അടി അളന്നു, 3ാമത്തത് കുറച്ച് കടത്തി അളന്നു. അതാ പ്രശ്നം. മഹാബലിയെ പാതാളത്തിൽ അയച്ചു അല്ലേ? എണ്ണാൻ തുടങ്ങി. വാമനന്റെ കാലഘട്ടത്തിലേക്ക് എണ്ണാൻ തുടങ്ങി. അതിനു മുമ്പും മഴവില്ലുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ മഴയും വെയിലും ഉള്ള കാലത്തെല്ലാം മഴവില്ലുണ്ടായിരുന്നു. പക്ഷെ ഒരു മഴവില്ലിനെ നോക്കിയിട്ട് ഒരു കുറുക്കൻ ആകാശത്ത് നോക്കി ഓരിയിട്ടോ? എന്ത് രസാണെന്ന് പറഞ്ഞിട്ട് ഒരാന അതിന് സലാം കൊടുത്തോ മഴവില്ലിന്? ഇല്ല. നമ്മൾക്ക് ബോധമുണ്ടായതിനു ശേഷമാണ് 7 നിറമെന്നെണ്ണിയത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വിബ്ജിയോർ കണ്ടെത്തിയത്. നമ്മൾ അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചപ്പോഴാണ് മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാട്ടെഴുതിയത്. മലരളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. ചങ്ങമ്പുഴ കവിത എഴുതിയത്. എണ്ണാൻ തുടങ്ങി. പാലയുടെ മരത്തിന്റെ ഞെട്ടിൽ 7 ഇലകളുണ്ടെന്ന് കണ്ടെത്തിയത് നമ്മൾ വന്നതിന് ശേഷമാണ്. 7 ഇലം പാലപുത്തു പൂമരങ്ങൾ കൂട നിവർത്തു എന്ന് പറഞ്ഞത്. നമ്മളാണ് പൂവുക്കൾക്ക് 5 ഇതളുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഈ പൂക്കൾ നോക്കിയിട്ടാണ് എണ്ണാൻ തുടങ്ങിയത്. വാമനൻ കഴിഞ്ഞിട്ടാണ് ലോഹയുഗം ആരംഭിക്കുന്നത്. ഇരുമ്പയിര് മുക്കിയെടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ട് അതിന്റെ ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും ചുമല് വെച്ചിട്ട് ഒരാൾ വന്നു. അയാൾ വന്ന് ഈ ഇവിടെ മരം മുറിക്കാൻ തുടങ്ങിയുടെ മനുഷ്യന്മാർ താമസാക്കിയേ. അങ്ങനെയാ കേരളം പരശുരാമൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. കണ്ണാന്നുള്ള പാട്ടിൽ അടുത്ത വരി ഓർമ്മയുണ്ടോ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. പരശുരാമന്റെ കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഇനി നമ്മുടെ തുടക്കത്തിലേക്ക് വരിക. സത്യത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയേരം പറഞ്ഞത്. സത്യം വിശ്വസിക്കാനുള്ളതല്ല, അന്വേഷിക്കാനുള്ളതാണ്. പക്ഷേ ധർമ്മത്തിലേക്ക് വരുമ്പോ അത് ശാസിക്കാനുള്ളതാണ്. അതിൽ ചോദ്യം ചെയ്യരുത്. കുറെ കാലമായല്ലോ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നു. ഇനി അച്ഛൻ എന്താ മോനെ അച്ഛാന്ന് വിളിച്ചാലെന്ന് പറയാൻ പറ്റുമോ? നോ. അത് സനാതന ധർമ്മമാണ്. അച്ഛനെ അച്ഛാന്ന് വിളിക്കണം, മോനെ മോനെ എന്ന് വിളിക്കണം, അമ്മയെ അമ്മയെന്ന് വിളിക്കണം. ഇതില്ല പിന്നെ മനുഷ്യനുണ്ടോ? നിങ്ങൾ അറിയുമോ? പുതിയ തലമുറ അടിച്ചു പൊളിക്കുകയാണ് നമ്മുടെ ധർമ്മത്തെ. എങ്ങനെയാണെന്നറിയോ?
അവരമ്പലത്തിൽ വരും, പ്രാർത്ഥിക്കും, ഭസ്മം തൊടും. പക്ഷെ ഇപ്പൊ പറയാ വിവാഹം വേണ്ട. അറിയോ, പുതിയ തലമുറ പറയുന്നത് വിവാഹം എന്ന പരിപാടി വേണ്ട. എന്താ കാരണം? എന്തിനീ ആരാന്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് അടുക്കള പണിയെടുക്കാനാ? ഈ പരിപാടി വേണ്ട. പെൺകുട്ടികളെ പറയുന്നത്, ആൺകുട്ടിക്ക് വേണം. പെൺകുട്ടികൾ പറയാ വിവാഹം വേണ്ട. അതിന് കാരണമായത് സിനിമാ പാട്ടാ. നമ്പൂതിരിമാര് കല്യാണത്തിന് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, മംഗല്യം തന്തുനാനേന. തന്തൂറിനെ താലി കെട്ടിയിട്ടുള്ള കല്യാണ ചടങ്ങിന് കൊല്ലുന്ന മന്ത്രമാണ് മംഗല്യം തന്തുനാനേന. ഈ തന്തു താലിയാ. പക്ഷെ ഈ തന്തു കെട്ടിയ പിന്നെ കാര്യം പോക്കാ. മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം കുന്തനാനേന, തൊലഞ്ഞു പോവും. അതുകൊണ്ട് കല്യാണ പരിപാടി വേണ്ട. ഏടുന്ന ഒരുത്തൻ ചിരിച്ചു കാണിച്ചാൽ അത് മതി. ഒരു ചിരി കണ്ടാൽ അത് മതി. ഒരു മൊഴി കേട്ടാൽ അത് മതി. അടുത്ത ദിവസം പോയി. പോകല്ല മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങി. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മയെയും മറക്കാവോ? മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛന്റെ അമ്മയുടെയും സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയേ. എന്നാൽ അച്ഛനമ്മമാര് നമ്മൾ ജനിക്കുന്നതിന്, ഭൂജാതരാവുന്നതിന് 9 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനമ്മമാര്. ഈ കാര്യം പറഞ്ഞു കൊടുക്കണ്ട. മുയൽ കിടന്നുറങ്ങി, ശരീരം പോയി. ആമ പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരും. ശരീരം പോയിട്ട് ഒന്നിനെ എടുത്ത് വരൂല്ലേ? ഓൻ കഞ്ചാവാന്ന് പറഞ്ഞു വരും. ഇതിപ്പോ പ്രശ്ന. ലിവിങ് ടുഗദർ, ഇതാണ് പുതിയത്. ശരീരത്തിന് മതി, മനസ്സിന് വേണ്ട. വിവാഹം എന്ന് പറയുന്നത് 2 ശരീരങ്ങൾ ഇണചേരാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണെന്ന ധാരണ തിരുത്തണം. 2 ആത്മാക്കൾ പരസ്പരം കൂട്ടിച്ചേർക്കുകയാണ്. 2 വികാരങ്ങൾ ചേരുകയാണ്. 2 സംസ്കാരങ്ങൾ ചേരുകയാണ്. അതിനുവേണ്ടിയാണ് കുടുംബക്കാരെ വിളിക്കുന്നത്, നിശ്ചയം നടത്തുന്നത്. 2 സംസ്കാരങ്ങൾ ചേരുകയാണ്. അങ്ങനെ ചേർന്നിട്ട് ഒരു തീസിസും ആന്റി തീസിസിലൂടെ ഒരു സിന്തസിസ് ഉണ്ടാവുന്ന പ്രക്രിയയാണ് പരിപാവനമാം വിവാഹമേ. ആശാന്റെ സീതാകാവ്യത്തിൽ പറയുന്ന, സീത പറയുന്നു, പരിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ കുളിരേകി നിന്ന നിൻ ഗതി കാൺക എത്ര അധപ്പതിച്ചു നീ എന്ന് 1 നൂറ്റാണ്ട് മുമ്പ് ആശാൻ പറഞ്ഞത് ഇപ്പൊ കറക്റ്റായില്ലേ? ഇപ്പൊ ലിവിങ് ടുഗദറാ. എന്നിട്ട് കുറച്ചു കാലം ഒന്നിച്ചിണ ചേർന്ന് ജീവിച്ച് അവസാനം വേണ്ടാ തോന്നിയ 2 വഴിക്ക് പോവാ. പഞ്ചായത്ത് ഇനി അടുത്ത പ്രൊജക്ട് വെക്കേണ്ടത് എന്തായിരിക്കും എന്നറിയാം? ലിവിങ് ടുഗദറിൽ ഉണ്ടാകുന്ന കുട്ടികളെ, അനാഥ കുട്ടികളെ പോറ്റാൻ പ്രത്യേക അനാഥ മന്ദിരം ഉണ്ടാക്കേണ്ടി വരും. അച്ഛൻ, അമ്മ, സ്നേഹം, സഹോദരൻ, സഹോദരി എന്ന ബന്ധത്തിന്റെ മൂല്യം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോഴാ സംസ്കാരം ഉണ്ടായത്. അതാ രാമായണം എന്ന കാവ്യം.